രാഹുൽ മാങ്കുട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും. ഇന്ന് വാദം കേട്ട കോടതി അറസ്റ്റ് തടഞ്ഞില്ല. കൂടുതൽ തെളിവ് ഹാജരാക്കുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് വാദിക്കുകയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ. ബലാത്സംഗ കേസിൽ പ്രതിയേർക്കപ്പെട്ട പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കുട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തുടർവാദം കേൾക്കാനാണ് കോടതിയുടെ തീരുമാനം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. നാളെ വീണ്ടും വാദം കേൾക്കും. അതിനുശേഷമാകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് ആദ്യ കേസായി പരിഗണിച്ചപ്പോൾ കോടതി ആദ്യം കേട്ടത് രാഹുൽ മാങ്കുട്ടത്തിന്റെ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന അപേക്ഷയാണ്. പ്രോസിക്യൂഷൻ ഈ അപേക്ഷ എതിർത്തില്ല. അതുകൊണ്ട് തന്നെ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് മറ്റെല്ലാ കേസുകളും പരിഗണിച്ച ശേഷം അവസാന കേസായി രാഹുൽ മാങ്കുട്ടത്തിന്റെ ഹർജി എടുത്തു. തുടർന്ന് അടച്ചിട്ട മുറിയിൽ വാദം കേട്ടു. ആദ്യം ഹർജിക്കാരൻ്റെ അഭിഭാഷകനാണ് വാദം ഉന്നയിച്ചത്. ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമാണ്. CPM-ഉം BJP-യും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വന്നത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. അതിനൊപ്പം തന്നെ ഈ ബലാത്സംഗം നടന്നതിനോ അതല്ലെങ്കിൽ ഗർഭചിത്രത്തിന് പ്രേരണ നൽകിയതിനോ ഒന്നും തെളിവില്ല എന്നും വാദിച്ചു. ഇതുകൂടാതെ നേരത്തെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അഭിഭാഷകൻ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകളും കോടതി പരിശോധിച്ചു. പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യത്തെ ശക്തമായി തന്നെ എതിർത്തു. മാത്രമല്ല പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനും തെളിവ് കണ്ടെത്തിയതായും പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇതുകൂടാതെ ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ പോലീസ് സമർപ്പിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കുട്ടത്തിൽ മുന്നോട്ട് വെച്ച ഡിജിറ്റൽ തെളിവുകൾ അതിന് ബദലായി ചില മെറ്റീരിയൽസ് കൂടി സമർപ്പിക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് കൂടുതൽ വാദം കേൾക്കാൻ കോടതി സമയം അനുവദിച്ചത്. ഏതായാലും നാളെ പ്രോസിക്യൂഷൻ ഈ ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി മെറ്റീരിയൽസ് സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട വാദമാണ് നാളെ നടക്കുക. അതിനുശേഷമാണ് ഉത്തരവുണ്ടാവുക.